സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം കിട്ടിയത് ഇസ്ലാമിക സമൂഹങ്ങളിലാണ്. പരസ്യപ്രവാചകൻ നിയമം ഉണ്ടാക്കി എന്താണ്? സ്വത്ത് വീതിക്കുമ്പം ആൺകുട്ടിയുടെ പകുതി സ്വത്ത് പെൺകുട്ടി കൊടുത്തിരിക്കണം. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്ത് പരിപാടിയുടെ ആണുങ്ങളുടെ പകുതിയല്ലേ പെണ്ണുങ്ങൾ കൊടുത്തു തന്നു. പക്ഷേ ലോകത്തിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം പരസ്യപ്രവാചകന് മുമ്പ് ആരും കൊടുത്തിട്ടില്ല എന്നുള്ള മനസ്സിലാക്കണം. ഒറ്റ സമൂഹത്തിൽ പോലും സ്ത്രീക്ക് സ്വത്തവകാശമില്ല. പ്രവാചകനാണ് ആദ്യമായി സ്വത്തവകാശം കൊടുത്തത്. സ്വത്തവകാശം കൊടുക്കുമ്പോൾ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ലാത്തവരുടെ സ്വത്തവകാശം ഇസ്ലാമിക സ്ത്രീക്ക് കിട്ടി. യൂറോപ്പിലൊക്കെ സ്വത്തവകാശം മാത്രമേ കിട്ടൂ, അപ്പൻ്റെ സ്വത്തിൽ മാത്രമേ അവകാശം കിട്ടൂ, വേറെ സ്വത്തിന് അവകാശം കിട്ടുകയില്ല. ഇന്ത്യയിലെ അപ്പൻ്റെ സ്വത്തിന് അമ്മയുടെ സ്വത്തിന് അവകാശം കിട്ടും. പക്ഷേ പരസ്യപ്രവാചകൻ എന്ത് ചെയ്തു? പിതൃസ്വത്തവകാശം, മാതൃസ്വത്തവകാശം, ഭ്രാതൃസ്വത്തവകാശം, പുത്രസ്വത്തവകാശം. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ആൺകുട്ടി മരിച്ചാൽ അവൻ്റെ സ്വത്തിൻ്റെ 1/6 അമ്മയ്ക്ക് കിട്ടും. ആ അമ്മ മരുമോട് മുമ്പിൽ തണ്ടിക്കൊണ്ട് നടക്കണ്ട, മോൻ്റെ സ്വത്തിൻ്റെ 1/6 അപ്പം തന്നെ അമ്മയ്ക്ക് കിട്ടും. പുത്രസ്വത്തവകാശം ഇസ്ലാമിൽ മാത്രമേ ഉള്ളൂ, ലോകത്ത് ഒരിടത്തും വേറെ ഇല്ല. അപ്പോൾ അങ്ങനെ 4 സ്വത്തവകാശം സ്ത്രീക്ക് കിട്ടി. പിന്നെ വളരെ ശ്രദ്ധേയമായിട്ട് പ്രവാചകൻ സ്ത്രീകൾക്ക് ചെയ്ത വലിയ അനുഗ്രഹമാണ്. ലോകത്തിലെ എല്ലാ സമൂഹത്തിലും കല്യാണം കഴിക്കുമ്പം സ്ത്രീയുടെ വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീധനം പോയിക്കൊണ്ടിരുന്നു. പ്രവാചകൻ പറഞ്ഞു പറ്റില്ല, ആ പെൺകുട്ടിയെ നല്ല പെൺകുട്ടിയായി വളർത്തിക്കൊണ്ടുവന്നതിന് അങ്ങോട്ട് മൊഹർ കൊടുത്തിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു 6 പെൺമക്കളുള്ള ഒരു അമ്മയുണ്ടെങ്കിൽ അവൾ ഇസ്ലാമിലെ ആ ദേശത്തെ ഏറ്റവും പണക്കാരിയാണ്. കേരളത്തിലെങ്ങാനും ഒരു സ്ത്രീക്ക് 6 പെൺമക്കളുണ്ടെങ്കിൽ തൂങ്ങിച്ചാവുകയല്ലാതുള്ള മാർഗ്ഗം ഉണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഒരു മൊഹറും കിട്ടും, സ്വത്ത് വീതം വെക്കുമ്പോൾ പകുതി സ്വത്തും കിട്ടും. അപ്പോൾ മൊഹറും ഈ പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ആൺകുട്ടി കിട്ടിയതിനേക്കാൾ സ്വത്ത് കൂടുതലാണ് പെൺകുട്ടിക്ക്. മൊഹറും പ്ലസ് പകുതി സ്വത്തും കൂടി. കേരളത്തിൽ മാത്രം പ്രവാചകനേക്കാൾ ബുദ്ധിയുള്ള ചില ആശാന്മാരുണ്ട്. ഒരു ചെറിയ മൊഹർ അങ്ങോട്ട് കൊടുത്തിട്ട് 10 ഇരട്ടി സ്ത്രീധനം ഇങ്ങോട്ട് വാങ്ങിക്കും. സ്ത്രീധനം വാങ്ങിക്കുന്നതൊന്നും ഇസ്ലാമല്ല, ഞാൻ പഠിച്ച ഇസ്ലാമല്ല. ഇസ്ലാമിന് സ്ത്രീധനം പറ്റിയല്ല. കല്യാണം കഴിക്കുമ്പോൾ മൊഹറും കൊടുക്കണം, അതിനുശേഷം സ്വത്ത് വീതം വെക്കുമ്പോൾ പകുതി സ്വത്തും കിട്ടും. അപ്പോൾ മൊഹറും പകുതി സ്വത്തോടെ കൂട്ടുമ്പോൾ ആൺകുട്ടിക്ക് കൂടുതൽ സ്വത്താണ് പെൺകുട്ടി കിട്ടുന്നത്. ഇനി ആ പെൺകുട്ടിക്ക് കിട്ടുന്നത് തന്നെയല്ല, പെൺകുട്ടിയെ വളർത്തുന്നത് വലിയൊരു ഭാഗ്യമായി പ്രവാചകൻ വിവരിച്ചിരിക്കുകയാണ്. ഞാൻ പ്രവാചകൻ്റെ ഹാദിത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ ഏതെല്ലാം. പ്രവാചകൻ 6 പറഞ്ഞു. ആദ്യം പറഞ്ഞത് രോഗികളെ ശുശ്രൂഷിക്കുക, 2 അപ്പനമ്മയെ ശുശ്രൂഷിക്കുക. 3 പറഞ്ഞ എന്നാന്ന് വെച്ചാൽ 3 പെൺമക്കളെ വളർത്തി നല്ല കന്യകമാരാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ അതിനാൽ മാതാവും പിതാവും സ്വർഗത്തിലേക്ക് പോകുന്നതാണ്. ഞാൻ ഉടനെ എൻ്റെ ഭാര്യയെ വിളിച്ചു, ഭാര്യ നമ്മൾ സ്വർഗത്തിൽ പോകും. ഭാര്യ വെച്ച് അതങ്ങനെ അറിയാം. താണ്ട പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് 3 പെൺമക്കളാണ്, ആ മക്കളില്ല. നമ്മൾ 3 പെൺമക്കളെ വളർത്തി നല്ല കന്യകളായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചില്ലേ? പ്രവാചകൻ താണ്ട പറഞ്ഞിരിക്കും നമ്മളുണ്ട് സ്വർഗത്തിൽ പോകുന്നു. ഭാര്യ ചിരിയോടെ ചിരി. പക്ഷേ ആ പ്രവാചകൻ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും പെൺകുട്ടിയെ വളർത്തുന്നത് ഭാഗ്യമാണെന്ന് ലോകത്തിൽ ആരെങ്കിലും വേറെ പറഞ്ഞിട്ടുണ്ടോ? പ്രവാചകൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പെൺകുട്ടി ജനിച്ചാൽ ഉടനെ ശാപം എന്നായിരുന്നു അറബികൾ പോലും വിശ്വസിച്ചിരുന്നത്. അവർ പെൺമക്കളെ കൊണ്ടൊന്ന് മരുഭൂമി കൊണ്ട് കുടിച്ചിടുമായിരുന്നു. പെൺമക്കളെ ലോകത്തിൽ എല്ലായിടത്തും ഗർഭത്തിലുണ്ടാകുന്ന കുട്ടിയെ ഗർഭത്തിൽ വെച്ച് കൊല്ലും പെണ്ണാണെന്ന് കണ്ടു കഴിഞ്ഞാൽ. ഇതായിരുന്നു അവസ്ഥ. പ്രവാചകൻ പറഞ്ഞു, പെൺകുട്ടിക്ക് ജന്മം നൽകി പെൺകുട്ടിയെ വളർത്തി നല്ല കന്യകളാക്കി ഭർത്താക്കന്മാരെ ഏൽപ്പിച്ചാൽ 3 പേരെ ഏൽപ്പിച്ചാൽ സ്വർഗം ഉറപ്പെന്നാണ്. പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗത്തിന് കാരണമാണെന്ന് ലോകത്തിലാകെ പറഞ്ഞത് പരിശുദ്ധ പ്രവാചകനാണ്. വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ വളർത്തുന്നത് സ്വർഗം കിട്ടാൻ ഒരു മാർഗമാണ്. പെൺകുട്ടികളെ സംരക്ഷിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായി പ്രവാചകൻ അതിൻ്റെ വലിയ വശം പറഞ്ഞു. അതിലെന്താണ്? സ്ത്രീയുടെ ഡ്രസ്സ് ഫിക്സ് ചെയ്തു. ലോകത്തിലെല്ലായിടത്തും സ്ത്രീക്ക് മാറ് മറയ്ക്കാൻ വയ്യ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാൻ വയ്യ. യൂറോപ്പിലെ സ്ത്രീകൾക്ക് കാല് മറയ്ക്കാൻ പാടില്ല, കാല് പുറത്തായിരിക്കണം, എല്ലാവരും കാണണം, കാല് കാണണം. കേരളത്തിലെ ഇന്ത്യയുടെ പല ഭാഗത്തും സ്ത്രീകൾക്ക് മാറ് മറയ്ക്കാൻ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, സ്ത്രീയെ അവളുടെ പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കുന്ന രീതിയിൽ പർദ്ദയ്ക്കകത്ത് വേഷം ധരിപ്പിക്കുക. അതുകൊണ്ട് എന്തുപറ്റി? പരിപൂർണമായ വേഷം പ്രൈവസി കവർ ചെയ്യാൻ ലോകത്തിൽ ആദ്യം സാധിച്ചത് ഇസ്ലാമിലെ സ്ത്രീകൾക്ക് മാത്രമാണ്. കേരളത്തിൽ കഴിഞ്ഞ 150 വർഷമായിട്ട് സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നു. പക്ഷേ മറ്റുള്ള സമുദായത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നപ്പോഴും കേരളത്തിൽ മാറുമറച്ചുകൊണ്ട് നടന്നത് മുസ്ലിം സ്ത്രീ മാത്രമേ ഉള്ളൂ. ഒരു രാജാവ് തടഞ്ഞില്ല.
ബാക്കിയുള്ള സ്ത്രീകളെല്ലാം മാറുമറയ്ക്കാൻ നടക്കുന്നു. ഇസ്ലാമിലെ സ്ത്രീകൾ മാത്രം മറച്ചുകൊണ്ട് ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കുകയാണ്. പ്രൈവസി സംരക്ഷിച്ചുകൊണ്ടുള്ള വേഷം ലോകത്തിൽ ആദ്യം സ്ത്രീകൾ കൊടുത്തത് പരിശുദ്ധ പ്രവാചകനാണ്. പ്രൈവസി കംപ്ലീറ്റ് സംരക്ഷിക്കാൻ പറ്റി. കേരളത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നടന്നു. അവസാനം ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളി എല്ലാം കൂടെ കൂടി വളരെ ബന്ധപ്പെട്ട് സ്ത്രീയുടെ മറച്ചു കൊടുത്തു. സ്ത്രീയുടെ മറച്ചു കൊടുത്തപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, പുറകുവശം കീറി കീപ്പോട്ടാക്കി. ബ്ലൗസിൻ്റെ താഴെ ഒരു വള്ളി മാത്രമേ ഉള്ളൂ, പുറകുവശം മുഴുവൻ എക്സ്പോസ്ഡ്. ചേടാ കഷ്ടപ്പെട്ട് 100 കൊല്ലം കൊണ്ട് മറച്ചു കൊടുത്തപ്പോൾ സ്ത്രീകൾ ബ്ലൗസ് എല്ലാം കൂടെ പുറകുവശത്ത് വലിച്ചു കീറി പുറകുവശം എല്ലാം പുറത്താക്കി. ഇസ്ലാമിലുണ്ടല്ലോ അന്ത പണി നടക്കുകയില്ല. പുറകുവശം കീറാനൊന്നും പറ്റിയില്ല, മുൻവശം കീറാനും പറ്റിയില്ല. ശരീരം മുഴുവൻ മറച്ചുകൊണ്ട് നടക്കാൻ പറ്റി. അങ്ങനെ ശരീരം മുഴുവൻ മറക്കാൻ ശ്രമിച്ചപ്പോൾ എന്തുണ്ടായി? സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ നിന്നു. ലോകത്തിലെല്ലായിടത്തും മൊളസ്റ്റേഷനുണ്ട്. സ്ത്രീകളിങ്ങനെ പുറവശവും മുൻവശമൊക്കെ തുറന്നു നടക്കും. കാണുന്ന പുരുഷന്മാർ കയറിയൊന്നും അള്ളും. ഇസ്ലാം സ്ത്രീയുടെ ഏത് വശം കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അള്ളാൻ പറ്റുമോ? മാന്താൻ പറ്റുമോ? മാന്തിയാലും തുണിയുടെ പുറത്തല്ലേ മാന്താൻ പറ്റുമോ? ശരീരത്തിൽ തൊടാൻ പറ്റുമോ? ശരീരത്തിൽ തൊടാൻ പറ്റില്ല. ശരീരം കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡാണ്. അതുകൊണ്ട് മൊളസ്റ്റേഷൻ എന്നൊരു ക്രൈം ഇസ്ലാമിക രാജ്യങ്ങളൊന്നുമില്ല. മറ്റെല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും, ഭയങ്കര ബലാത്സംഗം. ഇസ്ലാമിക രാജ്യത്ത് എന്താ ബലാത്സംഗം നടക്കാത്ത? ഉന്നാവോ ബലാത്സംഗം നടത്തി സ്ത്രീയെ കത്തിക്കുകയാണ്. ഹൈദരാബാദിൽ ബലാത്സംഗം നടത്തി സ്ത്രീയെ കൊന്നു, കത്തിച്ചു. അറബി ദേശത്ത് എവിടെയെങ്കിലും സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കത്തിക്കുമോ? ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് പറ്റുമോ? പറ്റുകയില്ല. കാരണം സ്ത്രീയെ തൊട്ട് കളിച്ചാൽ അവനെ പരസ്യമായിട്ട് കൊണ്ടുവന്ന് മുണ്ടുരിഞ്ഞ് നിർത്തി 50 അടിയും കൊടുത്തിട്ട് അവൻ്റെ ലിംഗം ഛേദിച്ച ശേഷം അവനെ തൂക്കിലേറ്റും. അതറിയാവുന്നതുകൊണ്ട് സ്ത്രീയെ തൊടുകയില്ല. ഇസ്ലാമിക രാജ്യങ്ങളാണ് സ്ത്രീകൾ ഏറ്റവും പ്രൊട്ടക്റ്റഡായത്. വേറെ എല്ലാ രാജ്യങ്ങളിലും ബലാത്സംഗം നടക്കും, സ്ത്രീ കൊലപാതകം നടക്കും. ഇസ്ലാമിക രാജ്യം നടക്കുകയില്ല. ഏറ്റവും കുറച്ച് ബലാത്സംഗം നടക്കുന്ന രാജ്യം, ഏറ്റവും കുറച്ച് മൊളസ്റ്റേഷൻ നടക്കുന്ന രാജ്യം ഇസ്ലാമിക രാജ്യങ്ങളാണ്. കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റഡാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റഡാണ്. അത് പ്രവാചകൻ ഉണ്ടാക്കിയ അതിശക്തമായ വേഷവിധാനവും ജീവിതചര്യയിലുണ്ടാക്കിയ മാറ്റങ്ങളുമാണ് സ്ത്രീയെ സംരക്ഷിച്ചത്. ബലാത്സംഗത്തിൽ ഇതിൽ നിന്നും രക്ഷിച്ചു. ഇനി ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രവാചകൻ വരുന്നതിന് മുമ്പ് പെൺകുട്ടി ഉണ്ടായാലേ മരുഭൂമി കൊണ്ട് കുഴിച്ചിടുമായിരുന്നു. ബദർ യുദ്ധവും ഉഹൂദ് യുദ്ധവും കൂടെ കഴിഞ്ഞപ്പോഴത്തോടുകൂടി പുരുഷന്മാരുടെ എണ്ണം കുറവും സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലുമായി. അപ്പോൾ പ്രവാചകന് മനസ്സിലായി പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാവും, ലൈംഗികമായ അരാജകത്വങ്ങളും വേശ്യാവൃത്തി ഉണ്ടാവും. അപ്പോൾ അത് തടയണ്ടേ? പ്രവാചകൻ പറഞ്ഞു, ഒരു പുരുഷന് 1-ലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാം. 5 വ്യവസ്ഥയുണ്ട്, തോന്നിവാസം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 5 വ്യവസ്ഥ വെച്ച ശേഷം 1-ലേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചെങ്കിലും പ്രവാചകൻ, എൻ്റെ കയ്യിലിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ്റെ 4-ാമത്തെ ചാപ്റ്ററിൻ്റെ 4-ാമത്തെ ശ്ലോകം, 1-ലേറെ ഭാര്യമാരുണ്ടെങ്കിൽ എല്ലാ സ്ത്രീകളോടും തുല്യ സ്നേഹം പ്രകടിപ്പിച്ചിരിക്കണം. അങ്ങനെ 1-ലേറെ സ്ത്രീകളോട് തുല്യ സ്നേഹം പ്രകടിപ്പിക്കാൻ പുരുഷന് അസാധ്യമായതിനാൽ ഏക ഭാര്യയാണ് ഉത്തമം. ഏക ഭാര്യയാണ് ഉത്തമം. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഏക ഭാര്യയാണ് ഉത്തമം. ആ ഏക ഭാര്യയാണ് ഉത്തമം എന്ന് പറയുന്ന നീതിശാസ്ത്രം, ആ നീതിശാസ്ത്രമാണ് ഇസ്ലാമിലെ സ്ത്രീകളെ രക്ഷിച്ചത്. ഇപ്പോൾ കേരളത്തിൽ കണ്ടോളൂ, 1000 പുരുഷന്മാർക്ക് 1058 സ്ത്രീകളാണ് കേരളത്തിൽ. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കല്യാണം കഴിച്ചു. 58 സ്ത്രീകൾ എക്സസ്സാണ്. 58 സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരില്ല, 1000 പുരുഷന്മാരില്ല. ആ 58 സ്ത്രീകൾ എക്സസ് ആയത് കാരണം ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും സ്ത്രീകളുടെ വിവാഹപ്രായം പതുക്കെ 21, 22, 24, 26. ഇപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മിക്കവാറും 26, 27 വയസ്സായിട്ടേ കല്യാണം നടക്കുള്ളൂ. കാരണം 1000 പുരുഷന്മാർക്ക് 1058 സ്ത്രീകളുള്ളതുകൊണ്ട് 1000 പുരുഷന്മാർ 1000 സ്ത്രീകളെ കെട്ടിക്കഴിഞ്ഞാൽ 58 എക്സസ്സാണ്. പക്ഷേ കേരളത്തിലെ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് ആ പ്രശ്നമില്ല. 1-ലേറെ സ്ത്രീകളെ ഭർത്താക്കങ്ങൾ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരുണ്ട്, പണമുള്ള പുരുഷന്മാർ. അവർ ആ 58 എക്സസിനെ അബ്സോർവ് ചെയ്തു. അപ്പോൾ 1000 പുരുഷന്മാർ 1058 സ്ത്രീകളെ കെട്ടിക്കോളും. അപ്പോൾ കല്യാണം കഴിക്കാതെ പെണ്ണുങ്ങൾ വീട്ടിൽ നിൽക്കുന്ന പ്രശ്നമില്ല. ഇസ്ലാം ആ പ്രശ്നം പരിഹരിച്ച് കേരളത്തിലെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന 1400 കൊല്ലത്തിന് പ്രവാചക നിയമം ഉണ്ടാക്കി. പക്ഷേ മറ്റു സമുദായങ്ങൾക്ക് രക്ഷയില്ല. കല്യാണം കഴിക്കാതെ സ്ത്രീകൾ നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് എന്തുണ്ടായി? പ്രോസ്റ്റിറ്റ്യൂഷൻ കുറഞ്ഞു. ലോകത്തിലെ മറ്റ് സമൂഹങ്ങളിലെല്ലാം പ്രോസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇസ്ലാമിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇല്ല. കാര്യം അൺമാരീഡായിട്ട് ഫ്രീ സപ്ലൈ വിമനെ കിട്ടുന്നില്ല ഇസ്ലാമിൽ. ഒരു പുരുഷൻ 1-ലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നുണ്ട്. അൺമാരീഡ് വിമൻ ജീവിക്കാൻ വേണ്ടി പ്രോസ്റ്റിറ്റ്യൂഷൻ പോകുന്നൊരവസ്ഥ ഇസ്ലാമിലില്ല. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഏറ്റവും കുറച്ച് പ്രോസ്റ്റിറ്റ്യൂഷൻ.
വെരി വെരി ഫ്യൂ. നോ പ്രോസ്റ്റിറ്റ്യൂഷൻ. പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ സ്വർഗം കിട്ടത്തില്ല. വളരെ ഭംഗിയായിട്ട് അവസ്ഥയുണ്ടാക്കി. പെൺമക്കൾ ശല്യമാണെന്ന് കണ്ടതുകൊണ്ട് ഗർഭത്തിലുള്ള കുട്ടി ആണോ പെണ്ണോ എന്ന് കണ്ടെത്തിയിട്ട് കുഞ്ഞുങ്ങളെ ചിത്രം ചെയ്യാൻ തുടങ്ങി. ഇപ്പം 3 കൊല്ലം ശിക്ഷയുണ്ട്. പണ്ട് ചിത്രം ചെയ്യാൻ ഖുർആൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്തുൽ ഇസ്രത്ത് 134 സൂറത്തുൽ ഇസ്രത്തിൻ്റെ 134, 130, 136 3 ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഗർഭത്തിലുള്ള കുഞ്ഞിന് ചെലവിനൊടുക്കാൻ പറ്റുകയില്ല എന്ന് വിചാരിച്ച് കുഞ്ഞിനെ ചിത്രം ചെയ്താൽ അവളെ വാളിനിരയാക്കണം. അവൾ അള്ളാഹുവിനെതിരെ പാപം ചെയ്യുന്ന ശക്തമായ സംഭവമാണ്. ലോകത്തിലെല്ലായിടത്തും ഗർഭത്തിൽ ലിംഗനിർണ്ണയം നടത്തി കുഞ്ഞുങ്ങളെ കൊല്ലും. ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കത്തില്ല. കാരണം ലിംഗനിർണ്ണയം നടത്താൻ പറ്റിയല്ല, നടത്തിയാലും പെൺകുഞ്ഞാണെന്ന് വിചാരിച്ച് കൊല്ലാൻ പറ്റിയല്ല. അവിടെയാണ് ഇസ്ലാമിൻ്റെ നേട്ടം. സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യും. തലാഖെല്ലാം അനുവാദം കൊടുത്തു. പക്ഷെ തലാഖെല്ലാം അനുവാദം കൊടുത്തതിന് 2 വശമുണ്ട്. ട്രിപ്പിൾ തലാഖ് എന്നൊരു സാധനം പ്രവാചകൻ പറഞ്ഞിട്ടില്ല, പരിശുദ്ധ ഖുർആനിലും ഇല്ല. ഇറ്റ് ഈസ് അൺഇസ്ലാമിക്. അല്ലാതെ തലാഖ് ചൊല്ലുമ്പോൾ ആ തലാഖിനകത്ത് ഒരു സേവിങ് ഗ്രേസ് ഉണ്ട്. തികച്ചും യോജിക്കാൻ പറ്റാത്തൊരു വിവാഹം അത് ബലമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് നടന്ന് അതിനകത്ത് 498 306 ഉണ്ടായി, കൊലപാതക പരമ്പരകളുണ്ടായി ഉണ്ടാകുന്നൊരവസ്ഥ അത് ഇസ്ലാമിൽ ഉണ്ടാവുന്നില്ല. കാരണം ഇഫ് ദേ ആർ നോട്ട് കമ്പാറ്റബിൾ ദേ ക്യാൻ സേ എ ഡൈവേഴ്സ് ആൻഡ് സെപ്പറേറ്റ് ആൻഡ് മാരി അഗെയിൻ, നോ പ്രോബ്ലം. അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ, പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ നിയമങ്ങൾ, സ്ത്രീകളെ രക്ഷിച്ച അതിഗംഭീരമായ നിയമങ്ങളാണ്. സ്ത്രീകളെ ഭരണാധിപത്യത്തിലേക്ക് കൊണ്ടുവന്നു. പ്രവാചകൻ്റെ കാലത്ത് തന്നെ സ്ത്രീകൾക്ക് അഡ്മിനിസ്ട്രേഷനിൽ പങ്കുണ്ടായിരുന്നു. സംസാരിച്ച് അഭിപ്രായം പറയാൻ അവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യയിലെ വനിതാ ഭരണാധികാരി 2 ഉണ്ടായി. മലേഷ്യയിൽ വനിതാ ഭരണാധികാരി ഉണ്ടായി. പാകിസ്ഥാനിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടായി. ബംഗ്ലാദേശിൽ വനിതാ പ്രസിഡന്റ് ഉണ്ടായി. ഇസ്ലാമിക രാജ്യങ്ങളിൽ എത്രയോ ഇടത്ത് വനിതാ ഭരണാധികാരികളുണ്ടായി. കാരണം വനിതകൾക്ക് മാന്യതയും സ്ഥാനവും കൊടുത്തു ഇസ്ലാമിൽ. അങ്ങനെ സ്ത്രീ വിമോചനം അത്ഭുതകരമായി പ്രവാചകൻ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ചെയ്ത ഒരു 8ാമത്തെ കാര്യമുണ്ട്. അത് ധനം കൈകാര്യം ചെയ്യുന്നുള്ള സംഭവമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പണക്കാരനായിക്കൊണ്ടിരുന്നു, പാവപ്പെട്ടവനായിക്കൊണ്ടിരുന്നു. അതിനനുസരണമായിട്ടാണ് പണത്തിൻ്റെ ഒഴുക്ക്. പണക്കാരൻ പലിശയ്ക്ക് പണം കൊടുക്കും, പാവപ്പെട്ടവൻ എടുക്കും. അവസാനം പാവപ്പെട്ടവൻ തിരിച്ചടയ്ക്കാൻ വയ്യ, പണക്കാരൻ അവൻ്റെ വസ്തു ജപ്തി ചെയ്തുകൊണ്ട് പോകും. നിരാലംബലായ പാപ്പർ സൂട്ടടിച്ച് കുറേ എണ്ണം. പണക്കാരൻ പിന്നെയും പണക്കാരനാകും. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നത്തിങ് ഡൂയിങ്. പലിശ എന്നൊരു സാധനം ഇസ്ലാമിൽ അനുവദനീയമല്ല. ഒരു ബ്ലേഡ് ബാങ്കും മുസ്ലിം നടത്താൻ ഒക്കെയില്ല. നിങ്ങൾ 100 രൂപ കൊണ്ട് ബാങ്കിലിട്ടാൽ 100 കൊല്ലം കഴിഞ്ഞ് എന്നാൽ 100 രൂപയെ കാണത്തുള്ളൂ. 10% പലിശയില്ല. ശരി സാർ. അസ്സലാമു അലൈക്കും. നമസ്കാരം കഴിഞ്ഞ് പ്രഭാഷണം തുടരുന്നതായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമസ്കരിച്ചിട്ട് വരാം. 15 മിനിറ്റിനകത്ത് തന്നെ പ്രഭാഷണം തുടരും. അല്ല, 100 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ, പലിശ കിട്ടുകയില്ല. പലിശ പ്രവാചകൻ പറഞ്ഞ ന്യായം വളരെ കറക്റ്റാണ്. ആരാണ് പണം കൊടുക്കുന്നത്? പണം കൊടുക്കുന്നത് പണം അധികമായി കയ്യിലുള്ളവനാണ്. ആരാണ് പണം കടം വാങ്ങിക്കുന്നത്? നിർധനനായ ഒരു മനുഷ്യനാണ് പണം വാങ്ങിക്കുന്നത്. ആ നിർധനനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പണം ധനവാൻ്റെ കയ്യിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഉസൂർ ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. ഒരു ബ്ലേഡ് ബാങ്കും ഇസ്ലാമിൽ നടത്താൻ പറ്റിയില്ല. ഇത് നടത്താൻ പറ്റാതെ വന്നത് കാരണം ഇസ്ലാമിൽ ഉണ്ടായ വലിയ അത്ഭുതമാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം വേരുപിടിച്ചില്ല, മുതലാളിത്തം വേരുപിടിച്ചില്ല. മുതലാളിത്തം വേരുപിടിക്കാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. കാരണം പണക്കാരനാവുന്ന പാവപ്പെട്ടവനാവുന്ന ഒരു എക്കണോമിക്സ് ഇസ്ലാമിന് അനുവദനീയമല്ല. തന്നെയുമല്ല, പണക്കാരൻ അവൻ്റെ സമ്പത്തിൻ്റെ 2.5% പാവപ്പെട്ടവരിലേക്ക് ഒഴുക്കണം, സക്കാത്ത്.
അപ്പോൾ ആ നിയമം ഉണ്ടാക്കിയപ്പോൾ പരസ്യപ്രവാചകന് കൃത്യമായ നിയമം ഉണ്ടാക്കി. ഒരു ദിവസത്തെ വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരാണ്ടിൽ ഏറ്റവും കുറച്ച് പൈസ ഉണ്ടായ ദിവസത്തെ വരുമാനം അവനും കൊടുത്തന്നെയായിരുന്നു കണക്ക് ശരിയാക്കാൻ. പ്രവാചകൻ അതൊക്കെ തല്ല, ഇൻകം ടാക്സ് കണക്കാക്കുന്ന പോലെ ഒരു കൊല്ലത്തെ ഇൻകം കണക്കാക്കുക, എന്നിട്ട് അതിന് 2.5% പാവപ്പെട്ടവനിലേക്ക് കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ടവൻ്റെ പണം പണക്കാരന് പോയിക്കൊണ്ടുവന്ന സിസ്റ്റം മാറ്റി പണക്കാരൻ്റെ പണം പാവപ്പെട്ടവനിലേക്ക് പോകുന്ന സിസ്റ്റം പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കി. ഇത് അതിശ്രദ്ധേയമായ ഒരു നിയമ സംഹിതയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം ഉണ്ടായില്ല. യൂറോപ്പും ഏഷ്യയും മുഴുവൻ ഫ്യൂഡലിസം ഉണ്ടായി. ഭൂ ഉടമ സമ്പ്രദായത്തിലൂടെ ഭൂ ഉടമസ്ഥനുണ്ടായി. കേരളത്തിൽ മങ്കൊമ്പ് പൊട്ടർക്ക് 2 ലക്ഷം പറ നിലമായിരുന്നു. 2 ലക്ഷം പറ നിലം. കായൽ രാജാവ് മുരിക്കന് 30,000 ഏക്കർ സ്ഥലം. ഇസ്ലാമിൽ ഇപ്പണി പറ്റിയല്ല. ഇസ്ലാമിൽ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവൻ സമ്പ്രദായം ഇല്ല. അവനിലേക്ക് പണക്കാരൻ്റെ പണം സക്കാത്തിലൂടെ ഒഴുകും. ദാരിദ്ര്യം ഉണ്ടാവാൻ സമ്മതിക്കുകയില്ല. ദാരിദ്ര്യന് രാജ്യവും ധനവാനും സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഫ്യൂഡലിസം ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്യാപിറ്റലിസം ഉണ്ടായില്ല. മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവന് കൊടുത്തത് കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂവുടമ സമ്പ്രദായം ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ സ്വന്തമായി സ്വത്തുള്ള, സ്വന്തമായി വീടുള്ള ഒരു ജനസമൂഹമായി ഇസ്ലാം മാറി. ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതേറ്റവും ഭംഗിയായി നമ്മൾ മനസ്സിലാക്കുന്നൊരു സംഭവമാണ് സലാഡിൻ്റെ പ്രസിദ്ധമായ ജീവിതം. സലാഡിൻ ജെറുസലേം പിടിച്ചടക്കിയ രാജാവാണ്. സലാഡിൻ ജെറുസലേം പിടിച്ചടക്കാനായിട്ട് വന്ന് കുരിശ് യുദ്ധങ്ങളിലൂടെ ജെറുസലേം പിടിച്ചെടുത്ത് അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ താമസിക്കുമ്പോൾ അദ്ദേഹം ജെറുസലേമിൻ്റെ മതിലുകൾക്കെതിരെ ബോംബാർഡ് ചെയ്തു. 50 മീറ്റർ നീളത്തിൽ മതിലിടിഞ്ഞ് താഴെ വീണു. മതിലിടിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞപ്പോൾ സലാഡിൻ സൈന്യത്തോട് പുറകോട്ട് മാറാൻ പറഞ്ഞു. എന്നിട്ടൊരു സന്ദേശം കൊടുത്തയച്ചു. ക്രിസ്ത്യാനികളുടെ നേതാവ് പുറത്തു വരണം, സമാധാന സന്ധിക്കായി പുറത്തു വരണം. ക്രിസ്ത്യാനികൾ അമ്പരന്ന് പോയി. അവരുടെ നേതാവായി ലിയാണ്ടർ പുറത്തു വന്നു. സലാഡിൻ പറഞ്ഞു, ലിയാണ്ടറെ, ഞാൻ എൻ്റെ സൈന്യത്തെ പുറകോട്ട് മാറ്റിയിരിക്കുകയാണ്. സൈന്യം ഇനി അകത്ത് കയറിയാൽ അക്രമം ഉണ്ടാവും, സ്ത്രീകൾ കൊല്ലപ്പെടും, കുട്ടികൾ കൊല്ലപ്പെടും. ഇത് പരിശുദ്ധ പ്രവാചകൻ ഞങ്ങളോട് സമ്മതിച്ചിട്ടില്ല. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾക്കല്ലാതെ ആർക്കും പരിക്കുണ്ടാകാൻ പാടില്ല. മെക്കക്കാർ മെദീനെ ആക്രമിക്കാൻ വന്നു. പ്രവാചകൻ സൈന്യത്തെ കൊണ്ട് 25 കിലോമീറ്റർ തെക്കോട്ട് പോയി മരുഭൂമി വെച്ച് യുദ്ധം ചെയ്തു. കാര്യം മെദീനയെ വെച്ച് യുദ്ധം ചെയ്താൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെടും, സ്ത്രീകൾ കൊല്ലപ്പെടും. ഉഹൂദ് യുദ്ധത്തിന് വന്നു. പ്രവാചകൻ സൈന്യത്തെ കൊണ്ട് പുറത്തു വന്നു, മരുഭൂമി വെച്ച് യുദ്ധം ചെയ്തു. പട്ടാളക്കാർക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. അങ്ങനെ പരിക്ക് പറ്റുന്ന ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൂട്ടി നിങ്ങളുടെ സ്വത്തൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ നേരെ ലെബനോനിലോട്ട് പൊക്കൾ. അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. ലിയാണ്ടർ സലാഡിനോട് ചോദിച്ചു, സലാഡിനെ 1096 ക്രിസ്ത്യാനികൾ ഈ ജെറുസലേം പിടിച്ചടക്കുമ്പോൾ നടന്നെന്താണെന്ന് അങ്ങേക്കറിയാമോ? അദ്ദേഹം പറഞ്ഞ്, എൻ്റെ വല്യപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളോടൊന്ന് ജെറുസലേം പിടിച്ച ശേഷം അതിനകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും വെട്ടി ഞുറുക്കി കഷണമാക്കി കത്തിച്ചു. ലിയാണ്ടർ പറഞ്ഞു, ഇതങ്ങേക്ക് അറിയാമെങ്കിൽ പിന്നെ അങ്ങ് എന്തിനാണ് ഞങ്ങളോട് ഈ മര്യാദ കാണിക്കുന്നത്? സലാഡിൻ പറഞ്ഞു, അത് നിങ്ങളുടെ സംസ്കാരം. പരിശുദ്ധ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിരായുധനായ ഒരാൾ ആക്രമിക്കപ്പെടാൻ പാടില്ല, സ്ത്രീകൾ കൊല്ലപ്പെടാൻ പാടില്ല, കുട്ടികൾ കൊല്ലപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച തത്വം അനുസരിച്ച് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ലിയാണ്ടർ തൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും ആടുമാടുകളെയും സ്വർണവും ഒക്കെ എടുത്തുകൊണ്ട് നേരെ ലെബനോനിൽ പോയി. മുഴുവൻ ക്രിസ്ത്യാനികളും പോയി കഴിഞ്ഞിട്ടാണ് സലാഡിൻ ജെറുസലേമിൽ പ്രവേശിച്ചത്. ഒറ്റ മനുഷ്യൻ കൊല്ലപ്പെട്ടില്ല. ആ വലിയ സംഭവം ഹോളിവുഡ് ഒരു സിനിമയാക്കി, സിറ്റി ഓഫ് ഹെവൻ. നിങ്ങളറിയുള്ള സിറ്റി ഓഫ് ഹെവൻ സിനിമ കണ്ടാൽ അറിയാം സലാഡിൻ ചെയ്ത അത്ഭുതം. ഈ സലാഡിൻ 1194 മരണശയ്യയിലായി. സലാഡിൻ തൻ്റെ ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ, ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കും? ഡോക്ടർ പറഞ്ഞു, രാജാവ് ചാവുന്ന സമയം പ്രവചിച്ചാൽ എൻ്റെ കഴുത്തിന് മണ്ടയ്ക്ക് തല ഉണ്ടാവുമോ രാജാവേ എന്ന് പറഞ്ഞു. സലാഡിൻ പറഞ്ഞു, ഇത് സലാഡിനാണ് പറയുന്നത്, നീ പറഞ്ഞോ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഡോക്ടർ സലാഡിനോട് പറഞ്ഞു, സലാഡിൻ അങ്ങ് 1 ആഴ്ചയിൽ കൂടുതൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയമാണ്. സലാഡിനോട് തന്നെ ധനകാര്യമന്ത്രി വിളിച്ചു വരുത്തി എൻ്റെ പേരിൽ എത്ര സ്വർണ്ണ നാണയം, എത്ര വെള്ളി നാണയം, എത്ര സ്വത്തുക്കൾ, എത്ര പൈസ എൻ്റെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു.
ധനകാര്യമന്ത്രി എല്ലാം കണക്കെടുത്തുകൊണ്ട് കൊടുത്തു. സലാഡിൻ ഒരു വിളംബരം നടത്തി. അടുത്ത വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തു വരുമ്പോൾ എന്നിൽ നിന്ന് സഹായം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വരണം, ഞാൻ നിങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് സലാഡിന് ഇറങ്ങി വന്നപ്പം 8500 പേർ അവിടെ തടിച്ചു കൂടിയിരുന്നു. കേരളങ്ങാണോ ആയിരിക്കണമായിരുന്നു, 8.5 ലക്ഷം മിനിമം എത്തിയനായിരുന്നു സലാഡിൻ്റെ ഇന്ന് സഹായം വാങ്ങിക്കാം. അറബികൾ മര്യാദക്കാരാണ്, അവർ 8500 പേരെ വന്നുള്ളൂ. വന്നവർക്കെല്ലാം സലാഡിൻ ഒരു സ്വർണ്ണ നാണയം വെച്ച് കൊടുത്തു. വന്നവർക്കെല്ലാം സലാഡിൻ 40 വെള്ളി നാണയം കൊടുത്തു. സലാഡിൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലാത്ത വസ്തുവില്ലാത്തൊരു കൈവെക്കാൻ പറഞ്ഞു. അങ്ങനെ കൈവക്കി സലാഡിൻ്റെ പേരിലുണ്ടായിരുന്ന വസ്തുക്കൾ ഈക്വലായിട്ട് വീതിച്ചു കൊടുത്തു. ഒരാൾക്ക് 20 ഏക്കർ വെച്ച് കിട്ടി. അവിടെ നിന്നവർക്കല്ല, കൈവക്കിയവനല്ല. നിങ്ങളിൽ ഈ വസ്തു കിട്ടിയിട്ട് വീട് വെക്കാൻ പൈസ ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കൈവക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി മുഴുവൻ പൈസയും ഈക്വലായിട്ട് കൈവക്കിയവർക്ക് വീതിച്ചു കൊടുത്തു. 8500 പേരും സന്തോഷമായിട്ട് പോയി. സലാഡിൻ ധനാര്യമന്ത്രിയോട് ചോദിച്ചു, ഇനി എൻ്റെ പേരിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ധനാര്യമന്ത്രി പറഞ്ഞു, ഒന്നുമില്ല, അങ്ങ് നിസ്വനാണെന്ന് പറഞ്ഞു. സലാഡിൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഒരു വിൽപ്പത്രം. ഞാനത് വായിച്ച് അമ്പരന്ന് പോയി, എന്തൊരു വിൽപ്പത്രം. അദ്ദേഹം പറഞ്ഞു, സാധാരണ രാജാക്കന്മാർ മരിക്കുമ്പോൾ ചെങ്കോലും കിരീടവും മോതിരവും അഴിച്ചു മാറ്റും. പക്ഷെ ഞാൻ മരിക്കുമ്പോൾ ഇത് 3 മാത്രമല്ല, എൻ്റെ ശരീരത്തിലെ മുഴുവൻ വസ്ത്രവും അഴിച്ച് മാറ്റണം, ചെങ്കോലും കിരീടവും മോതിരവും കൂടാതെ. ഞാൻ കിടന്ന എൻ്റെ കൊട്ടാരത്തിലെ മുഴുവൻ ഫർണിച്ചറും മേശയും കസേരയും എല്ലാം എടുത്ത് പാവപ്പെട്ടവർക്ക്, ഫർണിച്ചറില്ലാത്തവർക്ക് കൊടുത്തേക്കണം. എൻ്റേതായ കുറേ വസ്ത്രമുണ്ട് എൻ്റെ കൊട്ടാരത്തിനകത്ത് അലമാരയിൽ. ആ അലമാരയിലുള്ള മുഴുവൻ വസ്ത്രവും പുറത്തെടുത്ത് വസ്ത്രമില്ലാത്ത പാവങ്ങൾക്ക് വീതിച്ച് കൊടുത്തേക്കണം. എന്നിട്ട് ഞാൻ ജനിച്ചു വീണപ്പോൾ എങ്ങനെ നഗ്നനായിരുന്നുവോ അതുപോലെ നഗ്നനാക്കി എന്നെ ആ മരുഭൂമി കൊണ്ട് ഇന്ന് മണൽ മാറ്റി അങ്ങ് കുഴിച്ചിട്ടേക്കണം. എൻ്റെ ശവകുടീരത്തിൻ്റെ, എൻ്റെ കല്ലറയുടെ മുമ്പിൽ ഒരു ശവകുടീരം പണിയരുത്, എൻ്റെ ഒരു താജ്മഹലും പണിഞ്ഞേക്കരുത്, ഒരു മൗസോളിയും പണിഞ്ഞേക്കരുത്. ഞാൻ അവിടെ അടക്കപ്പെട്ടെന്ന് മാത്രം അവിടെ എഴുതി വെച്ചേക്കുക. ഈജിപ്തും സിറിയയും പാലസ്തീനും ഇസ്രായേലും സൗദി അറേബ്യയും കുവൈറ്റും ഇറാഖും 16 ഇപ്പോഴത്തെ 16 രാജ്യം ഒരുമിച്ച് ഭരിക്കുന്ന രാജാവാണെന്ന് ആലോചിച്ചാണ്. അദ്ദേഹം മരിച്ചപ്പോൾ സർവ്വ ചെങ്കോലും എല്ലാം അഴിച്ചെടുത്ത് എല്ലാ സ്വർണവും മാറ്റി ഫർണിച്ചറെല്ലാം ദാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ 1000ഓളം വസ്ത്രങ്ങളെല്ലാം ദാനം ചെയ്ത് പൂർണ്ണ നഗ്നനാക്കിക്കൊണ്ട് എന്ന് സംസ്കരിച്ചു. ആ വിൽപ്പത്രം അവസാനിക്കുമ്പോൾ സലാഡിൻ പറഞ്ഞിരിക്കുന്നു, നിസ്വനായി ജനിച്ചാൽ നിസ്വനായി പോകണമെന്ന് പ്രവാചകനായ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഞാനിതാ നടപ്പാക്കുന്നു. ഇപ്പോഴും സലാഡിൻ്റെ ശവകുടീരത്തിൽ ചെന്നാൽ 4-5 കല്ലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ കുറിപ്പുണ്ട്, ഹിയർ സലാഡിൻ ഈസ് ബറീഡ്. ഒരു കല്ലറയില്ല, ഒരു മൗസോളിയും ഇല്ല. 16 രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സമ്പത്ത് കൊണ്ട് ആരും മഹാനാവുന്നില്ല, സമ്പത്ത് കൂട്ടി വെച്ചിട്ട് ആരും സ്വർഗവും കിട്ടാൻ പോകുന്നില്ല. പാവപ്പെട്ടവനെ സഹായിക്കുന്ന വലിയ ഫിലോസഫിയായി പരിശുദ്ധ പ്രവാചകൻ ഇസ്ലാമിനെ വാർത്തെടുത്തു. ഇതാണ് ഇസ്ലാമിൻ്റെ നീതിശാസ്ത്രം, ഇസ്ലാമിൻ്റെ എക്കണോമിക്സ് എന്ന് പറയപ്പെടുന്നത്. ഒരു സാമ്രാജ്യത്വവും വളരാത്ത, ഒരു ക്യാപിറ്റലിസവും വളരാത്ത, ഒരു ഫ്യൂഡലിസവും വളരാത്ത, ഒരു മുതലാളിത്തവും വാഴാത്ത ഭൂപരിഷ്കരണം നടപ്പാക്കിയ, നിസ്വനെ ഭൂവുടമയാക്കി മാറ്റിയ തത്വശാസ്ത്രമാണ് ഇസ്ലാം. ഈ ഇസ്ലാം സർവരോടും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇസ്ലാമാണ്. ഞാൻ പഠിച്ച ഇസ്ലാമിലെ ഒരു മുസ്ലിമും ടെററിസ്റ്റ് ആവാൻ പറ്റില്ല. ഒരു ടെററിസ്റ്റിനും മുസ്ലിം ആവാനും പറ്റിയില്ല. ഒരു മുസ്ലിമിനും ടെററിസ്റ്റ് ആവാൻ പറ്റിയില്ല. പ്രവാചകൻ പഠിപ്പിച്ച് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആർക്കും ടെററിസ്റ്റ് ആവാൻ പറ്റിയില്ല. ഒരു ടെററിസ്റ്റിനും മുസ്ലിം ആവാൻ പറ്റിയില്ല. ഒരു ഒസാമ ബിൻ ലാദനും മുസ്ലിമല്ല, ഒരു അബൂബക്കർ അൽ ബാഗ്ദാദി മുസ്ലിമല്ല. പ്രവാചകൻ പഠിപ്പിച്ചതാണ്. നിരപരാധികളെ കൊല്ലുന്നത് ഇസ്ലാമിൻ്റെ പ്രാക്ടീസ് അല്ല, ബോംബ് വെക്കുന്ന ഇസ്ലാമിൻ്റെ പ്രാക്ടീസ് അല്ല. അതാണ് മഹത്തായ ഇസ്ലാം, പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാം. പ്രവാചകൻ 9ാമായിട്ട് ചെയ്തത് ഒരു ഭരണക്രമം ഉണ്ടാക്കി. ആ ഭരണക്രമം ലോകത്തിന് മുഴുവൻ അത്ഭുതമായൊരു ഭരണക്രമമാണ്. തിരുവിതാംകൂറും കൊച്ചിയും ഒന്നും ഒരിക്കലും മുസ്ലിങ്ങൾ ഭരിച്ചില്ല. കേരളത്തിലാകെ കണ്ണൂർ പട്ടണത്തിൽ മാത്രം ഒരു അറക്കൽ ബീവി ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ ഭരണക്രമം എടുത്തു നോക്കൂ, അതിൽ ഭൂരിപക്ഷവും ഇസ്ലാമികമാണ്. പണ്ട് ഭരണത്തിന് നേതൃത്വം വഹിച്ച ആളിനെ വിളിച്ചിരുന്ന പേരാണ് ദിവാൻ. ദിവാൻ എന്ന് പറഞ്ഞാൽ അറബി വാക്കാണ്, രണ്ടാമൻ എന്നർത്ഥമാണ്. ദിവാൻ സരസ്വതി രാമസ്വാമി അയ്യാർ എന്ന് പറഞ്ഞാൽ ആ ദിവാൻ സ്ഥാനം പ്രവാചകൻ ഉണ്ടാക്കിയ സ്ഥാനമാണ്.
റവന്യൂവിൻ്റെ ചീഫിനെ വിളിച്ചിരുന്ന പേര് പേഷ്കാർ. പേഷ്കാർ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. പേഷ്കുഷ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കരം. പേഷ്കുഷ് പിരിക്കുന്നവൻ പേഷ്കാർ. അതിനെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു കളക്ടർ ഓഫ് ടാക്സസ്. പിന്നെ ഈ ഓഫ് ടാക്സസ് നാണക്കേടാന്ന് ICSർക്ക് തോന്നിയാണ് അതങ്ങ് വെട്ടിമാറ്റി. അങ്ങനെയാണ് കളക്ടറായത്. കളക്ടറുടെ ഒറിജിനൽ വാക്ക് പേഷ്കാർ, പേഷ്കുഷ് പിരിക്കുന്നവൻ. അറബിയാണ് സംഭവം. രാജ്യത്തെ ഭരിക്കണമെങ്കിൽ അതിനെ പ്രോവിൻസുകളായി തിരിക്കണം. അങ്ങനെ അറബികൾ പ്രോവിൻസായി തിരിച്ചു. അതാണ് സില്ല എന്ന വാക്ക്. അതാണ് മലയാളത്തിൽ നമ്മൾ ജില്ല എന്നാക്കിയത്. നമ്മുടെ ജില്ല പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. അറബി ദേശത്ത് നിന്ന് ഒന്നാണ് ജില്ല. ആ ജില്ലയെ ഭരിക്കുന്ന കളക്ടർ അറബി ദേശത്ത് നിന്ന് ഒന്നാണ്. ആ ജില്ലകളെ സബ് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ് താലൂക്ക. താലൂക്ക അറബി വാക്കാണ് താലൂക്ക. ആ താലൂക്ക ഭരിക്കാൻ നമ്മളൊരു ഭരണാധികാരിയെ ഉണ്ടാക്കി, തഹസീൽദാർ. തഹസീൽദാർ അറബിയാണ്. ഹസാലദാർ. ഹസാല എന്ന് പറഞ്ഞാൽ കളക്ട്. ഹസാലദാർ, വൺ ഹു കളക്ട് ടാക്സസ്. അതാണ് നമ്മുടെ തഹസീൽദാറായത്. പണ്ടത്തെ പോലീസ് ചീഫിനെ വിളിച്ചിരുന്ന പേര് അമിനാദാർ. അറബിയാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ. അമിനാദാർ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവൻ, സംരക്ഷണം കൊടുക്കുന്നവൻ. പോലീസിലെ ഹവിൽദാർ അറബിയാണ്. ഡഫേദാർ അറബിയാണ്. ജമേദാർ അറബിയാണ്. താലൂക്ക്ദാർ അറബിയാണ്. ഇതെല്ലാം അറബിയാണ്. പ്രവാചകൻ ഉണ്ടാക്കിയ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് നമ്മുടെ ഈ കേരളം മുഴുവൻ നടക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ വില്ലേജ് ഓഫീസിൽ ജമാബന്ദി മാർച്ച് 31. എന്താണ് ഈ ജമാബന്ദി? അറബിയാണ്. ക്ലോഷർ ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള അറബിയാണ് ജമാബന്ദി. ഇപ്പോഴും നമ്മുടെ വില്ലേജ് ഓഫീസിൽ മാർച്ച് 30 നടക്കുന്ന ജമാബന്ദി. നിയമസംഹിത അറബികളുണ്ടാക്കി വളരെ ഭദ്രമായി. കരാറിലേർപ്പെട്ടു. കരാർ അറബിയാണ്. കരാർ റദ്ദ് ചെയ്തു. റദ്ദ് അറബിയാണ്. ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് റദ്ദ് അറബിയാണ്. നമ്മൾ പ്രമാണം ഉണ്ടാക്കിയിട്ട് അസൽ കോപ്പി എടുത്തു. അസൽ അറബിയാണ്. ഒറിജിനൽ കോപ്പിയുടെ അസൽ എന്ന് പറഞ്ഞ വാക്ക് അറബിയാണ്. അസൽ. നമ്മൾ 100 രൂപയും കൊണ്ട് കടയിൽ പോയി 70 രൂപയുടെ സാധനം വാങ്ങിച്ചിട്ട് 30 രൂപ ബാക്കി വാങ്ങിച്ച്, ബാക്കി അറബിയാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ ബാക്കി അറബിയാണ്. നമ്മൾ കോടതി ചെല്ലുമ്പോൾ മുൻസിഫ് അവിടെ ഇരുന്ന് വിളിച്ചു. മുൻസിഫ് എന്താണ്? മുൻസിഫ് അറബി വാക്കാണ്. ജഡ്ജി എന്ന് പറയുന്ന മുൻസിഫിന് ആ പേരിട്ടത് അറബിയിലാണ്. പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. അതാണ് നമ്മുടെ മുൻസിഫായി മാറിയത്. കോടതി ചെല്ലുമ്പോൾ കേസ് വാദിക്കാൻ വക്കീൽ. വക്കീൽ അറബി വാക്കാണ്. അഡ്വക്കേറ്റിന് മലയാള ഭാഷ വാക്കില്ല. അഡ്വക്കേറ്റിൻ്റെ മലയാള ഭാഷയുള്ള വക്കീൽ എന്നുള്ള വാക്ക് അറബി ഭാഷയാണ്. നമ്മുടെ ദൈനംദിന ഭരണം മുഴുവൻ അറബികൾ ഉണ്ടാക്കിയ, പ്രവാചകൻ ഉണ്ടാക്കിയ ഭരണ സമ്പ്രദായമാണ്. ആ ഭരണ സമ്പ്രദായം മുസ്ലിങ്ങൾ ഒരിക്കലും ഭരിച്ചിട്ടില്ലാത്ത കേരളത്തിൽ നടപ്പാക്കി. ഉത്തരേന്ത്യയിലും ഇന്ത്യ മുഴുവൻ നടപ്പാക്കി. ലോകത്തിൻ്റെ മെജോറിറ്റിയായ പടങ്ങളിൽ മുഴുവൻ ഈ സമ്പ്രദായം നടപ്പാക്കി. ലീഗൽ സിസ്റ്റം. ആ ലീഗൽ സിസ്റ്റം വളരെ ശക്തമായി മാറി. ലോകത്തിലെല്ലായിടത്തും ബലാത്സംഗം ഉണ്ടാവുന്നു. അറബി ദേശത്ത് ബലാത്സംഗം തുലവും തുച്ഛമാണ്. നിയമസമിതി ഇച്ചിരി കട്ടിയാണ്. ബലാത്സംഗം ചെയ്താൽ അവനെ കൊണ്ടുവന്ന് പൂർണ്ണ നഗ്നനാക്കി 50 ചാട്ടവാറടി അടിക്കും ആദ്യം. പിന്നെ അവനെ ലിംഗം ഛേദിക്കും. അതിനുശേഷം അവനെ തൂക്കിക്കൊല്ലും. കട്ടിയായ നിയമമാണ്. സ്ത്രീകൾ സംരക്ഷിക്കപ്പെടുന്നു അറബി ദേശത്ത്. അവിടെ മൊളസ്റ്റേഷൻ റേപ്പൊന്നും നമ്മൾ കാണുന്ന പോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന നടക്കുകയില്ല. അതിശക്തമായ നിയമങ്ങളുണ്ടാക്കി. ആ നിയമസമിതികളുടെ ജനങ്ങൾക്ക് ലോ ആൻഡ് ഓർഡർ വിശ്വസിക്കാൻ പറ്റുന്ന കോടതി, സിവിൽ അഡ്മിനിസ്ട്രേഷൻ, റവന്യൂ അഡ്മിനിസ്ട്രേഷൻ വളരെ ഭംഗിയായി പാലിച്ചു. പ്രവാചകൻ ചെയ്ത 10ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഉയർച്ചയാണ്. പ്രവാചകൻ അറബി ദേശത്ത് ജനിക്കുമ്പോൾ അറബികളുടെ സാക്ഷരത 1%, 1%. ആർക്കും എഴുതാൻ വായിക്കാൻ അറിഞ്ഞൂടാ. പരസ്യപ്രവാചകനും എഴുതാൻ വായിക്കാൻ അറിഞ്ഞൂടാ. ഇസ്ലാമിൻ്റെ പുണ്യഗ്രന്ഥം തന്നെ വായിക്കടാ എന്നാണ് തുടങ്ങുന്നത്. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ വായിക്കാനാണ്. വായനയിലേക്ക് ജനങ്ങളെ ഉയർത്തിയ വലിയ സംസ്കാരമാണ്. പരസ്യപ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് അറബി ദേശത്ത് ഏതെങ്കിലും ഒരു മഹാൻ്റെ പേര് കേട്ടിട്ടുണ്ടോ? ഒരു വലിയ സാഹിത്യകാരനോ, ഒരു വലിയ പൊളിറ്റീഷ്യനോ, ഒരു വലിയ ശാസ്ത്രജ്ഞനോ, ഒരു വലിയ മഹാനായ ഒരാളിൻ്റെ പേരുണ്ടോ അറബി ദേശത്ത്? ഒറ്റയാളില്ല. അന്ധകാരത്തിൽ കിടന്നൊരു ഭൂമി വെളിച്ചം കാണുകയാണ് പ്രവാചകൻ വന്നപ്പം. പ്രവാചകൻ എന്ത് ചെയ്തു? ആ ജനതയെ അതിശക്തമായി ഉയർത്തിയെടുത്ത്, വിദ്യാഭ്യാസം ഉയർത്തിയെടുത്തു. പ്രവാചകൻ ആ വിദ്യാഭ്യാസം ഉയർത്തിയെടുത്ത് വലിയ സംഭവമാണ് ഞാൻ ടെലിവിഷനിൽ ഒരിക്കൽ പറഞ്ഞത്. കേരളത്തിലെ ജയിലുകളിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി ജനങ്ങൾ കൊടുക്കുന്നത് 15 കോടിയാണ് ബഡ്ജറ്റില്ലാതെ സർക്കാർ ഫണ്ടിലേക്ക് പോകുന്നത്. തടവുകാർക്ക് റീ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവരെ തൊഴിൽ പഠിപ്പിച്ചു. എനിക്ക് ആശയം കിട്ടിയത് പരിശുദ്ധ പ്രവാചകൻ്റെ നിന്നാണ്. ബദർ യുദ്ധം കഴിഞ്ഞു. കുറേ തടവുകാരെ പിടിച്ചുകൊണ്ട് വന്നു.
അന്നത്തെ ഇസ്ലാമിക നിയമം അനുസരിച്ച് 10 സ്വർണ്ണ നാണയം കൊടുത്തെങ്കിലേ സ്വാതന്ത്ര്യം കിട്ടൂ. പരസ്യപ്രവാചകൻ എന്ത് ചെയ്തു? ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അങ്കിളുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവുണ്ട് ആ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ. വല്ല എക്സംഷനും കൊടുത്തോ? ഒരു എക്സംഷനും കൊടുത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, 10 സ്വർണ്ണ നാണയം കിട്ടുന്നതിന് പകരം നിങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങൾ 10 പേരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ്. അതായത് 10 ഗോൾഡ് കോയിൻസ് ഈസ് ഈക്വലൻ ടു ഗിവിങ് ലിറ്ററസി ടു 10 പേഴ്സൺസ്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന് നമ്മൾ ഇന്ത്യയിൽ പറയും. ആ വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എത്ര രൂപയ്ക്കാണ് അത് ഈക്വലൻസ് എന്ന് പ്രഖ്യാപിച്ചത് പരസ്യപ്രവാചകനാണ്. 10 സ്വർണ്ണ നാണയത്തിന് പകരം 10 പേരെ സാക്ഷരരാക്കുക. അപ്പോൾ ഒരു സ്വർണ്ണ നാണയം 28,000 രൂപ വിലയുള്ളതാണ്. വരാഹൻ എന്ന് പറയുന്ന നാണയം. ഈ വരാഹൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോയൊരു നാണയമാണ്. അത് രസകരമായ സംഭവമാണ്. രാഷ്ട്രകൂട രാജവംശൻ്റെ നാണയമായിരുന്നു വരാഹൻ. രാഷ്ട്രകൂട രാജവംശം ദശാവതാരങ്ങളിൽ 3ാമത്തെ അവതാരമായിരുന്നു അവരുടെ ആസ്ഥാന ദേവൻ മത്സ്യംകൂർമ്മം വരാഹം. ആ വരാഹത്തിൻ്റെ രൂപമാണ് നാണയത്തിൽ കൊത്തിയിരുന്നത്. ആ വരാഹത്തിൻ്റെ രൂപം കൊത്തിയതായതുകൊണ്ടാണ് വരാഹൻ എന്ന് മഹാരാഷ്ട്രയിൽ ആ നാണയത്തെ വിളിച്ചിരുന്നത്. അറബി ഭാഷയിൽ സ്വർണ്ണ നാണയത്തിൻ്റെ പേര് വരാഹൻ എന്നാണ്. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മൃഗമാണ് ഈ വരാഹം. പക്ഷേ അതിൻ്റെ പേരിലാണ് സ്വർണ്ണ നാണയമാണ് അറിയപ്പെടുന്നത്. ആ സ്വർണ്ണ നാണയം 28,000 രൂപ. അപ്പോൾ ഒരാൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ 28,000 × 10 2,80,000 രൂപ കൊടുക്കണം ഒരാൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ 2,80,000 രൂപ അവിടെ നിന്ന് കൊണ്ടുവരാനൊന്നും പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 10 പേരെ പഠിപ്പിക്കണം. 10 പേരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അങ്ങനെ അറബികളെ ഈ തടവുകാരെ പഠിപ്പിച്ചു. 10 പേരെ സാക്ഷരരാക്കിയപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ അധ്യാപകരായിട്ട് ഞാൻ ജോലി തരാം. നിങ്ങളിവിടെ അറബികളെ സാക്ഷരരാക്കാൻ പറഞ്ഞു. അങ്ങനെ അറബികൾക്ക് സാക്ഷരത കിട്ടി. ഇവരെ സാക്ഷരത എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടാക്കി. അറബികൾക്ക് സാക്ഷരത ഉണ്ടാക്കി. ഏറ്റവും സാക്ഷരരായ ഒരു ജനസമൂഹമായിട്ട് വാർത്തു. ഇസ്ലാം പോയ സ്ഥലത്തൊക്കെ സർവകലാശാലകൾ സ്ഥാപിച്ചു. ഇന്ത്യയിലെ ബുദ്ധമതം സ്ഥാപിച്ചാണ് സർവകലാശാലകൾ. നളന്ദയും തക്ഷശിലയും വിക്രമശിലയും ഉദന്തപുരിയൊക്കെ. ആ സർവകലാശാലകൾ മുസ്ലിങ്ങൾ കോപ്പി ചെയ്തു. മുസ്ലിങ്ങൾ കോപ്പി ചെയ്ത് അവർ ബാഗ്ദാദ് സർവകലാശാല ഉണ്ടാക്കി, ഈജിപ്തിൽ കെയ്റോ സർവകലാശാല ഉണ്ടാക്കി, സ്പെയിനിൽ കൊർഡോബ സർവകലാശാല ഉണ്ടാക്കി. അതിഗംഭീരമായ ലൈബ്രറികൾ അതിൻ്റെ ഭാഗമായി. 100 കൊല്ലം കൊണ്ട് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ വിദ്യാഭ്യാസ തലസ്ഥാനത്തേക്ക് മാറി. ഇറാഖിൻ്റെ തലസ്ഥാനം ബാബിലോണായിരുന്നു. പക്ഷേ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറി. ഈജിപ്തിൻ്റെ തലസ്ഥാനം മെംഫിസ് ആയിരുന്നു. 100 കൊല്ലം കെയ്റോ യൂണിവേഴ്സിറ്റി ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോയിൽ വന്നു. സ്പെയിനിൻ്റെ തലസ്ഥാനം മാഡ്രിഡ് ആയിരുന്നു. പക്ഷേ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊർഡോബായിലോട്ട് വന്നു തലസ്ഥാനം. ഈ യൂണിവേഴ്സിറ്റികൾ ലോകത്തിന് അറിവ് മുഴുവൻ സമാഹരിച്ച് വെച്ചു. യൂറോപ്പ് മുഴുവൻ അന്ധകാര യുഗത്തിൽ പോയി. ആ അറിവ് മുഴുവൻ ശേഖരിച്ച് വെച്ചത് മുസ്ലിങ്ങളാണ് അവരുടെ യൂണിവേഴ്സിറ്റികളിൽ. ഓവിഡിൻ്റെ മുഴുവൻ പുസ്തകവും നഷ്ടപ്പെട്ടിരുന്നു. അത് മുഴുവൻ അറബിയിൽ നിന്ന് റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഓവിഡുള്ളത്. അരിസ്റ്റോട്ടലിൻ്റെ പകുതി ബുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു, കത്തിപ്പോയിരുന്നു. അരിസ്റ്റോട്ടലിൻ്റെ ബുക്കുകൾ അറബികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നാം കാണുന്ന അരിസ്റ്റോട്ടലിൻ്റെ പല ബുക്കും നമ്മൾ കാണുന്നത്. അങ്ങനെ വിശ്വസാഹിത്യവും വിശ്വത്തിലുള്ള നോളജും അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ അവരതിൻ്റെ ഒറിജിനൽ കോപ്പി എടുത്തില്ല. ഉദാഹരണത്തിന് കണക്ക്, നമ്മളിന്ന് ലോകത്തിലെ ന്യൂമറൽസിൽ വിളിക്കുന്ന അറബിക് ന്യൂമറൽസ് എന്നാണ്. ആക്ച്വലി അതല്ല, ഇന്ത്യൻ ന്യൂമറൽസാണ്. 0 to 1 2 3 9 9 വരെയുള്ള ഭാഗം. പക്ഷേ അറബികളിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് അവർ അറബിക് ന്യൂമറൽസ് എന്ന് വിളിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? അതിൻ്റെ ഒറിജിനലിൻ്റെ ക്രെഡിറ്റ് എടുത്തില്ല. സായിപ്പന്മാരെന്ത് ചെയ്യുന്നറിയാമോ? ചീന ഭരണി എടുത്തിട്ട് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്നടിക്കും. ചീന ഭരണിക്ക് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. കണക്കിനെ അറബികൾ വിളിച്ച പേര് ഹിന്ദി സത്ത്, ഇന്ത്യയിൽ നിന്ന് വരുന്ന അറിവെന്നാണ്. ഹിന്ദി സത്ത്. ആ മഹത്തായ വിദ്യാഭ്യാസ പ്രക്രിയ ആൽബറൂണി ഉണ്ടാക്കി, അൽ ഖ്വാറിസിമി ഉണ്ടാക്കി, മഹാന്മാരുടെ ഒരു പണ്ഡിത നിരയുണ്ടാക്കി. ഇസ്ലാം വലിയ വലിയ ലൈബ്രറികൾ സ്ഥാപിച്ചു. കെയ്റോ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി 1000 ഒട്ടകങ്ങൾ വിചാരിച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്ര വലുതായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മംഗോൾസ് ഒന്ന് ഒരുപാട് കത്തിച്ചു, പക്ഷേ ബാക്കിയുള്ളത് രക്ഷപ്പെട്ടു. അങ്ങനെ അന്ധകാര യുഗം കഴിഞ്ഞ് ലോകം തിരിച്ചു വന്നപ്പം ഈ നോളജ് മുഴുവൻ തിരിച്ച് അറബിയിൽ നിന്ന് അതാത് ഭാഷകളോട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ലോകത്തെ അന്ധകാര യുഗത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരാനുള്ള വലിയ വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഇസ്ലാം ഉണ്ടാക്കിയ വലിയ വിദ്യാഭ്യാസ പ്രക്രിയ. അവരുടെ നിയമസംഹിത ലോകത്തിന് അത്ഭുതകരമായ ഒരു നിയമസംഹിതയായിരുന്നു. കേരളവും ഇന്ത്യയുമൊക്കെ മോഡലാക്കിയ നിയമസംഹിതകളിൽ പലതും ഇസ്ലാമിൻ്റെ വലിയ സംഭാവനയാണ്. പരസ്യ പ്രവാചകൻ ലോകത്തിന്
വലിയ വെളിച്ചം കൊടുത്തു ഈ പ്രസ്ഥാനത്തിലൂടെ. അങ്ങനെ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഗതി മാറ്റി എഴുതി. ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്. പക്ഷേ പ്രവാചകനെ പറ്റി പഠിക്കും തോറും എനിക്കുണ്ടാകുന്ന അത്ഭുതം വളരെ വലുതാണ്. ഈ പ്രവാചകൻ എൻ്റെയും പ്രവാചകനാണ് എന്ന് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നു പ്രവാചകനെ പറ്റി പഠിക്കുമ്പോൾ. പരിശുദ്ധ ഖുർആൻ ഞാനൊരു 4 തവണ ഇപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു. പക്ഷെ ഒരു തവണ വായിച്ചിട്ട് രണ്ടാമത് പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോഴും എനിക്ക് ഒരുപാട് വെളിച്ചം കിട്ടുന്നുണ്ട്. അതായത് അതിൻ്റെ ആ സാരത്തിലേക്ക് കടക്കുമ്പോഴാണ് എത്ര ദീർഘവീക്ഷണമുള്ള ഫാർ സൈറ്റഡായ ലോയാണ് ഇസ്ലാം ഉണ്ടാക്കിയ നിയമം എന്ന് നമ്മൾ മനസ്സിലാകുന്നു. കുറ്റകൃത്യങ്ങൾ കൺട്രോൾ ചെയ്ത്, നിയമം ഉപയോഗിച്ച് അഴിമതി കൺട്രോൾ ചെയ്ത് വളരെ നല്ല ഭരണ സമ്പ്രദായം ഇസ്ലാമിന് സൃഷ്ടിക്കാൻ പറ്റി. പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ വലിയ നിയമസംഹിത. അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് എക്സിക്യൂഷൻ ലെവലിൽ നിൽക്കുന്ന എന്നെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ ഇറക്കിയ പ്രസിദ്ധമായ ഹാദിത്ത്. ഒരു സ്ത്രീയുടെ സ്വത്ത് മറ്റൊരാൾ തട്ടിയെടുത്തു. ആ തട്ടിയതെടുത്ത് തിരിച്ചു കൊടുക്കാനായി സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്തു. പക്ഷേ റവന്യൂവും പോലീസും നീതി കൊടുത്തില്ല. ആ സ്ത്രീ പരിശുദ്ധ പ്രവാചകൻ്റെ അടുത്തെത്തി. പരിശുദ്ധ പ്രവാചകൻ്റെ അടുത്തെത്തി പ്രവാചകനോട് കംപ്ലൈൻറ്റ് ചെയ്തു. പ്രവാചകൻ ആ നിയമം മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീക്ക് സ്വത്ത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനോടും റവന്യൂ ഉദ്യോഗസ്ഥനോടും പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ പ്രസിദ്ധമായ ഹാദിത്താണ്, ടീയേഴ്സ് ഓഫ് വുമൺ ഈസ് സ്പാർക്സ് ഓഫ് ഫയർ, ഇറ്റ് ബേൺസ് വേർ ഇറ്റ് ഫാൾസ്. സ്ത്രീയുടെ കണ്ണുനീർ തീപ്പൊരിയാണ്, അത് വീഴുന്ന സ്ഥലം ദഹിച്ചു പോകുന്നതാണ്. ഇത് ശരിയായിരുന്നെങ്കിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനൊക്കെ എപ്പോഴേ കത്തിപ്പോയാണെന്നറിയാം, അത് വേറെ കാര്യം. എങ്കിലും സ്ത്രീക്ക് കണ്ണീരുണ്ടാവാത്ത രീതിയിൽ രാജാവ് രാജ്യം ഭരിക്കണം. ഇത് വലിയൊരു തത്വം പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചതാണ്. ഒരു സ്ത്രീ വന്ന് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എന്നെ ഭർത്താവിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർക്ക് ശരിയായ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. പ്രവാചകൻ ഉത്തരവിട്ടു. മെക്കയിലെ മുഴുവൻ മെഡിക്കൽ പ്രാക്ടീഷേഴ്സിനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ പഠിത്തം വാലിഡാണെന്ന് അറിയാൻ വേണ്ടി. 19 പിടിച്ച് ഈ വ്യാജ ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നപ്പോഴാണ് ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. എല്ലാ വ്യാജനെയും അദ്ദേഹം പിടികൂടി. ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവൻ ക്വാളിഫൈഡ് ആയിരിക്കണം. പ്രവാചകൻ്റെ അടുത്തൊരു സ്ത്രീ വന്ന് പറയുന്നു, ഞങ്ങളുടെ മരിപ്പച്ചയിൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ചികിത്സിക്കാൻ ഡോക്ടറില്ലായിരുന്നു പ്രവാചക, അതുകൊണ്ടാണ് സംഭവിച്ചത്. പ്രവാചകൻ്റെ ഒറ്റ കൽപ്പന ഇറക്കി 5 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒട്ടകത്തിൻ്റെ പുറത്ത് 5 ഡോക്ടർമാരെ കയറ്റി എല്ലാ മരിപ്പച്ചകളും പോയി രോഗികളെ ചികിത്സിക്കാൻ പറഞ്ഞു. സഞ്ചരിക്കുന്ന മെഡിക്കൽ കോളേജ് പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. ഡോക്ടർ 9 മണ്ടയ്ക്ക് പേരും വെച്ചിട്ട് വാടായോടെ പേഷ്യൻസ് എല്ലാം എന്ന് പറഞ്ഞ പരിപാടിയാക്കത്തില്ല. പ്രവാചകൻ പറഞ്ഞു, ഡോക്ടർ രോഗി എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി ചികിത്സിക്കണം. അതാണ് പ്രവാചകൻ്റെ അത്ഭുതകരമായ സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ പ്രവാചക വാചകം വായിക്കുമ്പോഴും, ഓരോ ഹാദിത്ത് പഠിക്കുമ്പോഴും, ഓരോ സാഹചര്യത്തെ പ്രവാചകൻ നേരിട്ടത് വായിക്കുമ്പോഴും അത്ഭുതപ്പെട്ടു പോവുകയാണ്. 1400 വർഷത്തിന് മുമ്പ് വിദ്യാഭ്യാസം കാര്യമായി കിട്ടിയിട്ടില്ലാത്തൊരു പ്രവാചകൻ എങ്ങനെ ലോക ചരിത്രത്തെയും ലോകത്തിലെ നിയമത്തെയും ലോകത്തിലെ നീതിശാസ്ത്രത്തെയും വളരെ ഭംഗിയായി കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ്. ആത്മഹത്യ ഇസ്ലാമിൽ വളരെ കുറവാണ്. എന്താ കാര്യം? അതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ലോകത്തിൽ 1 ലക്ഷം പേർ ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 8 പേർ ആത്മഹത്യ ചെയ്യും. ഇന്ത്യയിൽ അത് 9ആണ്. പക്ഷേ കേരളത്തിൽ 35 പേർ ആത്മഹത്യ ചെയ്യും. 1 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 35 ആത്മഹത്യയാണ്. അതിലേറ്റവും വലിയ ആത്മഹത്യ നടക്കുന്നത് സൂയിസൈഡ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന സ്ഥലമാണ്. നൂറനാട് കുഷ്ഠരോഗാശുപത്രിയിരിക്കുന്ന സ്ഥലം. ആ ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ്. 1 ലക്ഷം പേർ ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 62 പേർ ആത്മഹത്യ ചെയ്യും. പക്ഷേ ഇതേ കേരളത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ 1 ലക്ഷം പേർ ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 4 പേരെ ആത്മഹത്യ ചെയ്യത്തുള്ളൂ. സൗദി അറേബ്യയാണ് ലോകത്തിലെ ഏറ്റവും ആത്മഹത്യ കുറവുള്ളത്. 0.4% സൗദി അറേബ്യയിലെ ആത്മഹത്യാ നിരക്ക്. കാര്യം എന്താണ്? ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു, ആത്മഹത്യ ചെയ്യുന്നതിന് ഈ ലോകവും പോകുന്നു, പരലോകവും പോകുന്നു. മദ്രസയിൽ കുട്ടി 4 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ആത്മഹത്യ ദൈവത്തിന് മുമ്പാകെ നിരപ്പാകാത്ത സാധനമാണ്. കുട്ടിയുടെ മനസ്സിനകത്ത് ആത്മഹത്യക്കെതിരെ ഒരു തത്വം ഉണ്ടാകുകയാണ്. മനുഷ്യൻ എക്കണോമിക് ഡിസാസ്റ്റർ നേരിട്ട് കഴിഞ്ഞ് പാപ്പരാകുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇസ്ലാമിൽ മനുഷ്യർ പാപ്പരാവാതെ സംരക്ഷിക്കുന്ന സക്കാത്ത് ഉൾപ്പെടെയുള്ള നിയമസംഹിതകളുണ്ടായി. അപ്പോൾ പണം ഒട്ടുമില്ലാതെ, വസ്തുവില്ലാതെ ഒരാൾ ചാവേണ്ട, ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയില്ല. അവന് സംരക്ഷണം കിട്ടുന്നുണ്ട്. ആഹാരം എവിടെ നിന്നെങ്കിലും കിട്ടും. അവൻ പാപ്പരാവില്ല. അവന്
ഹോപ്പ്ലെസ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി അവനെ തിയോളജിയിലും ഫിലോസഫിയിലും പരിശുദ്ധ ഖുർആനിലെ ശക്തമായ നിയമത്തിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ആത്മഹത്യ സൗദി അറേബ്യയിൽ 0.5, കേരളത്തിൽ ആവറേജ് 35, മലപ്പുറത്ത് 4%. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ആത്മഹത്യ നടക്കാത്തത് ഈ വലിയ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ലോകമെങ്ങും മനുഷ്യന് നല്ല ജീവിതചര്യയും മനുഷ്യനായി ജീവിക്കാനുള്ള പ്രാക്ടീസും കിട്ടിയത് ഇസ്ലാമിൻ്റെ വലിയ സംഭാവനയാണ്, പരിശുദ്ധ പ്രവാചകൻ്റെ വലിയ സംഭാവനയാണ്. പഠിക്കുന്തോറും വായിക്കുമ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതമാണ് പരിശുദ്ധ പ്രവാചകൻ്റേത്. കഴിഞ്ഞ 1400 വർഷമായി ലോകത്തെ മാറ്റിമറിച്ച ഈ അത്ഭുത പ്രതിഭാസം പരിശുദ്ധ പ്രവാചകൻ്റെ മുമ്പാകെ ഞാൻ തലകുനിച്ച് പോവുകയാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ വേദപുസ്തകം മുഴുവൻ മാത്രം വായിച്ചിരുന്നെങ്കിൽ എനിക്ക് പല സത്യവും മനസ്സിലാവില്ലായിരുന്നു.